വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 6/1/2026 അതായത് ട്യൂസ്ഡേ ആണ്. ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട്, അതായത് ഇന്നലത്തേതും ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഈ ഒരു മോർണിംഗ് ടൈം ഒരു 10 o'clock വരെയുള്ള ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നോക്കി ട്രേഡ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള ലോസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡിംഗ് റിസ്ക് ആണെന്നുള്ളതും സ്വന്തം സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് ഈ ഒരു മോർണിംഗ് ടൈം വരെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഇന്നത്തെ ഒരു ഗോൾഡിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ബൈ ആണ് ട്രെൻഡ് വന്നിരിക്കുന്നത്. ഏകദേശം ഫ്രൈഡേ തൊട്ട് ഈ 3 days ആയിട്ട് സ്ട്രോങ് ബൈ തന്നെയാണ് വന്നിരിക്കുന്നത്. സെല്ല് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റികളൊക്കെ നമുക്ക് വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് കൂടുതലും സ്കാൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിന് നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഏത് നിമിഷവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ബൈയിലേക്ക് പോകുമ്പം നമുക്ക് റിജക്ഷൻ വരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അപ്പം മാർക്കറ്റിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഒരുപാട് ഹൈയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് റിസ്കുകൾ കൂടുതലാണ്. അപ്പം ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എസ്എല്ലും കാര്യങ്ങളും വെച്ച് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോൾ ട്രേഡ് ചെയ്താലും കറക്റ്റ് എസ്എല്ല് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നലെ ഒരു ഈവനിങ്ങോടുകൂടി മാർക്കറ്റ് ചെറിയൊരു സെല്ലിലേക്ക് വന്നു. മോർണിംഗ് ടൈം മാർക്കറ്റ് അത്യാവശ്യം ഒരു സെല്ലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6:30 ടൈമിലൊക്കെ നമുക്കൊരു സെൽ എൻട്രികളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഏകദേശം 4428 വരെ, അതായത് 4445 44 റേഞ്ചിൽ നിന്ന് 4428 വരെ മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് വന്നിട്ട് 4428 എന്ന് പറയുന്ന പോയിന്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ്. അവിടെ നിന്ന് മാർക്കറ്റ് വലിയൊരു ബൈയിലേക്കാണ് പോയിരിക്കുന്നത്. 4428 നിന്ന് മാർക്കറ്റ് 4461 വളരെ ഫാസ്റ്റായിട്ട് പോവുകയും അതിനുശേഷം ആ 4461 നിന്ന് 4449 50 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഹൈ പോയി 4468 69 റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹയർ ടൈം ഫ്രെയിമുകളെല്ലാം സ്ട്രോങ് ബൈയിലാണ് ഉള്ളത്. ലോവർ ടൈം ഫ്രെയിമുകളിലാണ് നമുക്ക് എപ്പോഴും കുറച്ച് എൻട്രികൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിലവിൽ മാർക്കറ്റ് ഇനി പോകാനുള്ള റേഞ്ചുകൾ ഏകദേശം 4475 78 4488 96 റേഞ്ചുകളിലേക്കൊക്കെയാണ് മാർക്കറ്റിന് പോകാനുള്ള സാധ്യതകളുള്ളത്. അതായത് 4474 75 78 പോയിന്റിൽ നിന്ന് അതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടിയിട്ടില്ല. അത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ 4486 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്നൊരു റിജക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, റിജക്ഷൻ മീൻസ് ചെറിയൊരു റിജക്ഷൻ അല്ല, കുറച്ച് വലിയൊരു റിജക്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സെൽ ഡയറക്ഷനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഹൈ വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് 4498 4502 510 ആ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ നിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു വലിയ ഹ്യൂജ് സെൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക 4428 ബ്രേക്ക് ചെയ്ത് നിന്നാൽ മാത്രമാണ് വലിയൊരു സെല്ല് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. നിലവിൽ ബൈ എൻട്രികൾക്കാണ് നമുക്ക് കൂടുതൽ ചാൻസസ് ഉള്ളത്. കാരണം മാർക്കറ്റിൽ ഓവറോൾ ട്രെൻഡ് ബൈ ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ സെൽ എൻട്രികൾ വന്നു കഴിഞ്ഞാലും ഒരുപാട് റൺ ചെയ്യിപ്പിക്കാതെ, അതായത് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സ്കാൽപ്പിംഗ് ട്രേഡ് പോലെ ചെയ്യുന്നതായിരിക്കും സെല്ലിന് കൂടുതൽ യൂസ്ഫുൾ ആവുക. അതിനുശേഷം സെല്ല് വന്നതിന് ശേഷം പിന്നീട് നമുക്കൊരു ബൈ എൻട്രി കൺഫേംഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ബൈകൾ കൂടുതൽ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു രീതിയിലായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു അനാലിസിസ്. 100% ഇതുപോലെ തന്നെ പോകണമെന്നില്ല. കറക്റ്റ് എല്ലാവരും പെർഫെക്റ്റ്ലി നോക്കി മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്